അച്ഛനെപ്പോ വന്നു? ഞാൻ കുറച്ച് സമയമായി വന്നിട്ട്. വരുന്ന കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് രോഹിണിയല്ലേ, പൂജയുള്ള ദിവസമല്ലേ, മോൾ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ആദർശിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മോളിവിടെ തനിച്ചാവുമെന്ന് ഞാൻ കരുതിയില്ല. ആദർശന്റെ കാര്യത്തിലെ ടെൻഷനിൽ എല്ലാവരും, അതുകൊണ്ട് പൂജയുടെ കാര്യം ഓർക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാനായിട്ട് പറഞ്ഞ ശരിയായില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ പറഞ്ഞില്ല. മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലച്ചാ, സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ എല്ലാവരും വരേണ്ടതാ. പിന്നെ ഇവിടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ സുരക്ഷിതരാണല്ലോ. ഒറ്റയ്ക്ക് വന്നാലും പേടിക്കാനൊന്നുമില്ല. ഭഗവാന്റെ കാര്യങ്ങളിൽ മോള് മുടക്കം വരുത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും കഴിവതും ഒറ്റയ്ക്കൊന്ന് ഈ ഭാഗത്തേക്ക് വരരുത്. മോൾ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വരുമായിരുന്നല്ലോ. അതെനിക്കറിയാം. ഭഗവാനും അച്ഛനും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളവരാ. അതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്കാവില്ല. ഇവിടെയും ഞാൻ പറയാതെ തന്നെ അച്ഛൻ വന്നല്ലോ. ആദർശന്റെ കാര്യത്തിൽ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. എന്റെ അവസ്ഥ അത് തന്നെ അച്ഛാ. മോള് വിഷമിക്കണ്ട. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായം എവിടുന്നെങ്കിലുമൊക്കെ വന്നു ചേരും. അന്ന് മിനിസ്റ്ററെ കാണാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ സഹായം കിട്ടിയത് ഓർമ്മയില്ലേ? അതാണ് ഈശ്വരാനുഗ്രഹം. നമ്മൾ പ്രതീക്ഷിക്കാത്തത് വേണ്ട സമയത്ത് ഭഗവാൻ നമുക്കായി തരും. ഈ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളും അത്ഭുതങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായി. അതുപോലെ ആദർശിന്റെ കാര്യത്തിലും ഭഗവാൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ആ വിശ്വാസം എനിക്കുണ്ടച്ചാ. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആദർശനെ രക്ഷിക്കാനുള്ള വഴി കാണിച്ചു തരണേന്നാ ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല. മോളിങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും മോളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് അച്ഛനറിയാം. ഇന്നിവിടെ പൂജയുള്ള കാര്യം ആദർശിന്റെ വീട്ടിലുള്ളവരാരും ഓർമ്മിച്ചില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അവരത് മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ മോൾ അവരെ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവര് വരാൻ മടി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? അതച്ചാ, ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ പലർക്കും വിശ്വാസങ്ങൾ പോലും നഷ്ടമാവും. ഈ അവസ്ഥകളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണോ അതേ മാനസികാവസ്ഥയാണ് മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും വേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സാധാരണ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാനും ആ രീതിയിൽ പെരുമാറാനും ബുദ്ധിമുട്ടാ. എത്രയൊക്കെ നിയന്ത്രിച്ചാലും നഷ്ടങ്ങളും തോൽവികളും നമ്മളെ വിഷമിപ്പിക്കും. നല്ല കാര്യങ്ങളിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ മാറാനും മനസ്സിന് വലിയ തലങ്ങളിലെത്താനും ഒക്കെ ജന്മങ്ങളുടെ പുണ്യം വേണം. എല്ലാ ഈശ്വരാനുഗ്രഹവും എൻ്റെ മോൾക്കുണ്ട്. മോളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർ വേദനിപ്പിക്കുകയോ കുത്തുവാക്കുകൾ പറയുകയോ ചെയ്താൽ അച്ഛനത് സഹിക്കില്ല. മോള് എന്നോടൊന്നും പറയുന്നില്ലെങ്കിലും കുറേയൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. എല്ലാം അറിയാവുന്ന ഭഗവാൻ തന്നെ എല്ലാത്തിനും വഴി കാണിച്ചു തരട്ടെ.